ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രായമായവരുടെ മൃതസംസ്കാര വേളയിൽ നടത്താവുന്ന ഒരു സന്ദേശമാണ് ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ അപ്പച്ചൻ്റെ മരണത്തിൽ ദുഃഖാർത്ഥരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, വളരെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മറ്റെല്ലാ ബന്ധുമിത്രാദികൾക്കും ഞങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ അപ്പച്ചനെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകളാണ് നമുക്കും നമ്മുടെ ഈ കുടുംബത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയ്ക്കുമൊക്കെ ഉള്ളത്. സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം വരെ ഒരുമിച്ച് ജീവിച്ച ഈ അപ്പച്ചൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എന്നും ഒരു ബലവും കൈത്താങ്ങുമായിരുന്നു. മറ്റു പലരും അസൂയയോടെ ഈ കുടുംബത്തെ നോക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഇവരുടെ ജീവിത ഒരുമയെക്കുറിച്ച് പലപ്പോഴും മറ്റുള്ളവർ അസൂയയോടെ നോക്കിക്കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ദൈവം തനിക്ക് തന്ന മക്കളെ ദൈവസ്നേഹത്തിലും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിലും വളർത്തി അവർക്ക് നല്ല മാതൃകകൾ നൽകിയ ഒരു അപ്പച്ചനാണ് ഇപ്പോൾ നമ്മോട് വേർപെട്ടിരിക്കുന്നത്. അതുപോലെ അയൽവാസികൾക്ക് ഈ അപ്പച്ചനെന്നും ഒരു സുഹൃത്തും ഉപകാരിയുമായിരുന്നു. പ്രാർത്ഥനയും കഠിനാധ്വാനവുമായിരുന്നു ഈ അപ്പച്ചൻ്റെ മുഖമുദ്ര. എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ സംബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൻ്റെ ജീവിതചര്യകളിലേക്ക് എന്നും കടന്നിരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കൗദാശിക ജീവിതത്തിൽ ഇടവകയിലെ എല്ലാവർക്കും എന്നും ഒരു മാതൃകയായിരുന്നു നമ്മുടെ ഈ അപ്പച്ചൻ. ആരെയും വാക്കുകൊണ്ടോ തൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ഒരിക്കലും വേദനിപ്പിക്കുകയോ അനാവശ്യമായി മറ്റുള്ളവരോട് ഒരു വാക്കുപോലും സംസാരിക്കാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഈ അപ്പച്ചൻ. പ്രിയപ്പെട്ടവരെ, ഈ മൃതസംസ്കാര വേളയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മെപ്പറ്റി ഒന്ന് വിലയിരുത്താം. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തങ്ങൾ നാം വിശ്വസ്തയോടെയാണോ നിറവേറ്റുന്നത് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ടോ? പ്രിയമുള്ളവരെ, നിരവധി നല്ല ഗുണങ്ങൾ ഈ പരേതനിൽ നിന്നും നമുക്കും സ്വായത്തമാക്കാം. ഈ അപ്പച്ചൻ നമുക്ക് ഒരുപിടി നല്ല ഓർമ്മകളാണ് നൽകിയിട്ട് ഇപ്പോൾ ഇതാ വിടവാങ്ങിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ മരണം നമ്മെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നു. വചനം നമ്മെ പഠിപ്പിക്കുന്നു, മരണം ഒരു കള്ളനെ പോലെ വരുമെന്ന്. അതുകൊണ്ട് നാം ഇപ്പോഴും ജാഗ്രതയുള്ളവരാകണമെന്നും വചനം പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ഉം 43-ഉം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ എന്തെല്ലാം വെട്ടിപ്പിടിക്കുവാൻ നാം ആഗ്രഹിച്ചു, നാം അതിനുവേണ്ടി പരിശ്രമിച്ചു. എത്രയുണ്ടായാലും പിന്നെയും പിന്നെയും ഉണ്ടാകണമെന്നുള്ള അതിമോഹം. ആറടി മണ്ണിലേക്കാണ് നാം ഒക്കെ അവസാനം പോകേണ്ടത് എന്ന ആ വലിയ യാഥാർത്ഥ്യം നാം പലപ്പോഴും മറന്നുപോയി. എന്നാൽ സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകാറുണ്ട്. നാം ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ആണോ ജീവിക്കുന്നത് എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വചനം പറയുന്നു: ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ,
ഈ വലിയ വിശ്വാസത്തിലേക്ക് നമുക്ക് വളരാം. ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പാപിനിയോട് പറഞ്ഞ കർത്താവ് ഈ പരേതൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ദേഹത്തെ മഹത്തായ പുനരുത്ഥാനത്തിന് അർഹനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.